ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഈ വർഷവും ഒരു വലിയ നോമ്പിൽ ഒത്തൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തമ്പുരാൻ തന്ന വലിയ കരുണയെ ഓർത്ത് നന്ദി പറയുന്നു. നമ്മുടെ സഭയിൽ 5 നോമ്പുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 1 ഏൽദോ നോമ്പ്, 2 നിനവേ നോമ്പ്, 3 വലിയ നോമ്പ്, 4 ശ്രീഹന്മാരുടെ നോമ്പ്, 5 ശൂനോയോ നോമ്പ്. കൂടാതെ എല്ലാ ബുധനും വെള്ളിയും നോമ്പ് ദിവസങ്ങളാണ്. വലിയ നോമ്പിന്റെ മുന്നോടിയായി അല്ലെങ്കിൽ പൂമുഖമായി നിനവേ നോമ്പിനെ നമ്മൾ കാണുന്നു. വലിയ നോമ്പിന്റെ ആരംഭത്തിൽ നടത്തുന്ന ശുശ്രൂഷയാണ് ശുഭക്കോനോ അഥവാ അനുരഞ്ജനത്തിന്റെ നിരപ്പിന്റെ ശുശ്രൂഷ. യാഗാർപ്പണത്തിന് മുമ്പ് സഹോദരങ്ങളുമായി നിരക്കണമെന്നുള്ള കർത്തൃവചനത്തിന്റെ മാതൃകയിലാണ് ഇത് നടത്തപ്പെടുന്നത്. അതായത് ദൈവത്തോടും മനുഷ്യരോടും സ്നേഹിക്കുവാനുള്ള അവസരമാണ് ഈ നോമ്പിലെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും. കർത്താവ് ആചരിച്ച 40 നാളിന്റെ ഉപവാസവും പീഡാനുഭവത്തിന്റെ നാളുകളും ചേർന്നതാണ് ഈ നോമ്പ്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ രക്ഷപ്പെടുവാൻ വേറെ ഒരു മാർഗവുമില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. മോശയും ഏലിയാവും നമ്മുടെ കർത്താവും ഉപവസിച്ച് നോമ്പെടുത്തതിന്റെ ഫലമായി മോശയുടെ മുഖം പ്രകാശിക്കുകയും ഏലിയാവിനെ മേൽപോട്ട് എടുത്തുകൊള്ളുവാനും നമ്മുടെ കർത്താവിനെ ശത്രുവിന്റെ പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും സാധിച്ചു. ശുദ്ധമുള്ള നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടന്റെ നേരെ തോൽക്കാത്ത ആയുധവുമാകുന്നു എന്ന് സന്ധ്യാപ്രാർത്ഥനയിൽ നിന്നും നമ്മൾ അറിയുന്നു. പ്രാർത്ഥനയുടെ 2 ചിറകുകളാണ് നോമ്പും ഉപവാസവും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുർമോഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് പൂർണ്ണ നോമ്പെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നോമ്പിൽ മാറ്റിവെക്കുന്ന ഇഷ്ടഭോജ്യങ്ങളുടെ ദശാംശം ദീനന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഉതകുന്നതായിരിക്കണം. ഇപ്പോഴെങ്കിലും പൂർണ്ണ ഉപവാസത്തോടും ഹൃദയത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി കർത്താവിലേക്ക് തിരിയുവാൻ യോവേൽ പ്രവചനത്തിൽ പറയുന്നു. നോമ്പ് വെടിപ്പാട് നോൽക്കുകയും നല്ല ചിന്തയോടുകൂടി അപ്പത്തെ നുറുക്കുവാനും നമുക്ക് സാധിക്കണം. യാക്കോബ് കണ്ടതുപോലെ സ്വർഗത്തിലേക്ക് കയറുന്ന ഗോവണി ആയിരിക്കണം നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും. നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ് ഇത്. ഭക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞ് വൈരാഗ്യത്തിൽ നിറയാതെ മദ്യപാനത്തിൽ നിന്ന് ഒഴിഞ്ഞ് സഹോദരനെ കൊല്ലാതെയും നമ്മളെ തന്നെ നമ്മൾ കാക്കേണ്ടതുണ്ട്. നമ്മുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുവാൻ ഈ നോമ്പാലെ നമുക്ക് സാധിക്കണം. നമ്മൾ വാങ്ങുന്നവരാകാതെ കൊടുക്കുന്നവരാകുവാനും ശ്രദ്ധിക്കണം. സ്തോത്രം, താഴ്മ, ഏറ്റുപറച്ചിൽ, യാചന, നിലവിളി, കണ്ണുനീർ എന്നിവയോടു കൂടിയ പ്രാർത്ഥനാശീലവും നമുക്ക് ഉണ്ടാകണം. ദാനം, സൽപ്രവൃത്തി, കർത്താവിനു വേണ്ടി മരിക്കുവാനുള്ള ഒരുക്കവും ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. സത്യവും നിഷ്കളങ്കതയും കൂട്ടായ്മയും ജീവിതത്തിൽ അനിവാര്യമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രക്ഷാനിർണയം ഉണ്ടായിരിക്കണം. മരണത്തിന് ശേഷം ഏതെങ്കിലും കർമ്മങ്ങളാൽ രക്ഷപ്പെടുവാൻ സാധ്യമല്ല. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിടുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം എന്ന് യെശയ്യാ പ്രവാചകനിൽ കൂടി നാം അറിയുന്നു. അങ്ങനെ വിശ്വാസത്തോടെ ഉറപ്പോടെ കണ്ണുനീരോടെ നമ്മെ തന്നെ താഴ്ത്തി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഊശാന മുതൽ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ദിവസങ്ങളാണ്. അനുതാപപ്രധാനമായ ഈ നാളുകളിലൂടെയുള്ള വിശുദ്ധ കുംഭസാരത്താലും കുർബാന അനുഭവത്താലും നമ്മുടെ ജീവിതത്തെ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്കുള്ള അവസരമാക്കി തീർക്കാൻ ഈ വർഷത്തെ വലിയ നോമ്പിലൂടെ നമുക്ക് സാധിക്കട്ടെ. ദൈവം തമ്പുരാൻ സമൃദ്ധിയായി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.